ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്നൊരു പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അതിൽ 1 കപ്പ് മൈദയാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ ഞാൻ 1 കപ്പ് മൈദ എടുത്തു. പിന്നെ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാം കേട്ടോ. അങ്ങനെ അരിപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് പഞ്ചസാര ഇടാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആദ്യം ഇട്ടത് ഞാൻ. പിന്നെ ഞാൻ ബാറ്റർ ചെക്ക് ചെയ്ത് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പിട്ടു. പിന്നെ കുറച്ച് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. എനിക്ക് വെള്ളത്തിൻ്റെ അളവൊന്നും അറിയില്ല. ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് അങ്ങ് ഒഴിച്ചു. ബാറ്റർ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം നമുക്ക് ആ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ബാറ്ററൊക്കെ റെഡിയാക്കി കേട്ടോ. നമ്മളിവിടെയൊക്കെ മുട്ടിയിടും കേട്ടോ ബാറ്ററിൽ, പക്ഷെ ഞാനിട്ടില്ല. ഇനി നമുക്ക് പഴം മുറിക്കാം. ഞാനിവിടെ നേന്ത്രപ്പഴം എടുത്തിട്ട് ഞാനത് ചെറിയ പഴംപൊരി ആക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എനിക്ക് കുഞ്ഞി പഴംപൊരിയാണ് കഴിക്കാൻ ഇഷ്ടം. ഈ നീളമുള്ള പഴംപൊരിയില്ലേ, അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിതാ പഴമൊക്കെ കുഞ്ഞ് സ്ലൈസായിട്ട് മുറിച്ചിട്ട് റെഡിയാക്കി ഗൈസ്. ഇനി നമുക്ക് പാൻ വെക്കാം. അപ്പോഴത്തേക്കും അമ്മ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വന്നു ഗൈസ്. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഒന്ന് ബാറ്ററി ചെക്ക് ചെയ്ത് എന്തെങ്കിലും വേണോ വേണ്ടയോ എന്ന് അറിയണ്ടേ. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഏലക്കായ ഇട്ടില്ലാന്ന്. പിന്നെ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അമ്മേ, പഴംപൊരിക്കല്ലേ എണ്ണയില്ലാണ്ട് പഴംപൊരിക്കാൻ കഴിയില്ല. ഇവിടെ വന്നപ്പനാ ഞാനാദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത്. അമ്മ വന്നിട്ട് അത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് തരാമെന്ന് എനിക്കറിഞ്ഞത്. പഴം പൊരിക്കാൻ ഇത്രയും വെളിച്ചെണ്ണ വേണം, അതിൻ്റെ ചീത്തയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അങ്ങനെ ഞാൻ പഴമൊക്കെ ബാറ്ററിലൊക്കെ മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. 2-3 അതിൽ വേമ്പേ എടുത്തിട്. ആദ്യമായിട്ടല്ലേ കൈസ് ഈ പഴമൊക്കെ പൊരിക്കുന്നത്, അപ്പോൾ കുറച്ച് ക്ഷമിച്ചൂടെ? ഈ അമ്മമാർ എങ്ങനെയാണ്, എപ്പോൾ അടുക്കളയിൽ കയറി അപ്പം ചീത്ത പറയാൻ തുടങ്ങും. അതൊക്കെ വിട്. ഇനി നമുക്ക് എല്ലാ പഴമൊക്കെ വേഗം എന്നാലും നമുക്ക് പൊരിച്ചെടുക്കാം ഗൈസ്. അങ്ങനെ ഞാൻ എല്ലാ പഴംപൊരിയും പൊരിച്ചെടുത്ത് സെറ്റായി ഗൈസ്. അങ്ങനെ ഞാൻ അച്ചാച്ചനെയും അമ്മാമ്മേനെയും എല്ലാവരും ചായ കുടിക്കാൻ വിളിച്ചു. ഞാൻ അമ്മാമ്മേനോട് ചോദിച്ചു പഴംപൊരി ടേസ്റ്റ് ഉണ്ടോ, അപ്പം അമ്മമ്മ ഓക്കെ പറഞ്ഞു. അച്ചാച്ചനോടും ചോദിച്ചു, അച്ചാച്ചനും സെറ്റ്. ഞാനും പഴംപൊരിയൊക്കെ ടേസ്റ്റ് ചെയ്തു. സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.